ഇനി നിങ്ങൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കാത്തിരിക്കുക. അതെ, ഒരു കാറിന്റെ ബാറ്ററി 10 മുതൽ 70% വരെ ചാർജ് ആകാൻ ഇനി 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ ഇത് കേട്ടാൽ പലർക്കും തോന്നും ഇത് ഏതോ വാട്സപ്പിൽ വരുന്ന ഫോർവേഡ് മെനി ടൈപ്പ് ന്യൂസ് ആണോ? പക്ഷേ അല്ല. ലോകത്തിലെ വലിയ EV കമ്പനികളിൽ ഒന്നായ BYD ഇപ്പോൾ അങ്ങനെ ഒരു ബാറ്ററി പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് വെറും ബാറ്ററിയുടെ കഥയല്ല. ഇന്ന് ടെക്നോളജി നമ്മളെ എവിടെ കൊണ്ടുപോകുന്നു എന്നൊരു കഥയാണ്. കേരളത്തിലെ ഒരു സാധാരണ മലയാളിയുടെ ജീവിതം ഒന്ന് ചിന്തിച്ചാലോ? നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഗൂഗിൾ മാപ്പ് തുറക്കും, ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യും, മാപ്പ് പറയുന്ന വഴിയിൽ നമ്മൾ സഞ്ചരിക്കും. പക്ഷേ ഇനി മാപ്പ് പോലും പുതിയ തലത്തിലേക്ക് മാറുകയാണ്. ഗൂഗിൾ മാപ്പിൽ ജെമിനി AI ഫീച്ചർ കൂടി ആഡ് ചെയ്യുന്നു. ഇനി ഒരു ആസ്ക് മാപ്പ് ബട്ടൺ അമർത്തിയാൽ മതി. മാപ്പ് നിങ്ങളോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ച് എല്ലാം പറഞ്ഞു തരും. അതുമാത്രമല്ല, മാപ്പിന്റെ നാവിഗേഷൻ പോലും ഇപ്പോൾ സിനിമയെ പോലെ 3D ആയി മാറുന്നു. ബിൽഡിങ്, ഫ്ലൈ ഓവർ, സിഗ്നൽസ് എല്ലാം സ്ക്രീനിൽ ലൈവ് പോലെ കാണിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പണ്ട് കേരളത്തിൽ ഒരു നാട്ടുകാരൻ വഴി കാട്ടുമ്പോൾ പറയുന്നത് എന്തായിരിക്കും? ആ ചുവന്ന വീടിന്റെ പുറകെ ഒരു വളവ് കാണും, അവിടെ നിന്ന് ഇടത്തേക്ക്. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് അതേ കാര്യം AI ഉപയോഗിച്ച് പറയുകയാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടെക്നോളജീനെ യൂസ് ചെയ്യുന്നോ അതോ ടെക്നോളജി നമ്മളെ യൂസ് ചെയ്യുന്നോ എന്നൊരു ചോദ്യം. അതിനൊരു ചെറിയ എക്സാമ്പിൾ ആണ് ചൈനയിലെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന AI ആനിമൽ ആക്ടിംഗ് ഡ്രാമ. അതെ, പൂച്ചയും നായയും തത്തയും എല്ലാരും ഡ്രാമയിൽ അഭിനയിക്കുന്നു. ബ്രേക്കപ്പ് സീൻസ്, റിവെഞ്ച് സ്റ്റോറി, അങ്ങനെ 1 മിനിറ്റ് നീളമുള്ള വീഡിയോസ്. അടുത്ത എപ്പിസോഡ് കാണാൻ ആളുകൾ കാത്തിരിക്കുന്നു. ഇത് കേട്ടാൽ ഒരു മലയാളികൾക്ക് ഓർമ്മ വരുന്നത് വീട്ടിൽ വൈകുന്നേരം വരുന്ന സീരിയലിനെ കുറിച്ചായിരിക്കും. പക്ഷേ ഇവിടെ ഹീറോയും വില്ലനും എല്ലാം പൂച്ചസാറാണ്. വെറും പൂച്ചസാറല്ല, AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത പൂച്ചസാർ. ടെക്നോളജി ഇവിടെ എന്റർടൈൻമെന്റ് ആയി മാറി. പക്ഷേ ടെക്നോളജീന്റെ റിയൽ പവർ മറ്റൊരിടത്താണ്. വീണ്ടും നമുക്ക് ആ ഇലക്ട്രിക് കാറിലേക്ക് തിരിച്ചു പോകാം. BYD ഇപ്പോൾ പുറത്തിറക്കിയ സെക്കൻഡ് ജനറേഷൻ ബ്ലൈഡ് ബാറ്ററി. ഇത് ചാർജ് ആകുന്ന സ്പീഡ് കേട്ടാൽ ഒരു പെട്രോൾ പമ്പിനോട് പോലും നമുക്ക് കോമ്പറ്റീഷൻ വെക്കാം. 10 നിന്നും 70 ജമ്പ് ചെയ്യാൻ 5 മിനിറ്റും അതേപോലെ 20 നിന്നും 97 ജമ്പ് ചെയ്യാൻ 12 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കമ്പനി പറയുന്ന റേഞ്ച്, യാത്ര ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ഒറ്റ ചാർജിൽ 1000 കിലോമീറ്റർ വരെയാണ്. കേട്ടാൽ ഒരു മലയാളി ചിന്തിക്കും, തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ പോകാൻ പറ്റുമോ? ഇല്ല. പ്രാക്ടിക്കലി എത്ര പോസിബിൾ ആവണമെന്ന് അറിയത്തില്ല. സോ ഇന്ന് നമ്മൾ കേട്ട ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ്? 5 മിനിറ്റിൽ ചാർജ് ആകുന്ന ബാറ്ററി, നമ്മളോട് സംസാരിക്കുന്ന ഗൂഗിൾ മാപ്പ്, ഡ്രാമയിൽ അഭിനയിക്കുന്ന AI ആനിമൽസ്. ടെക്നോളജി ഇപ്പോൾ സയൻസ് ഫിക്ഷൻ അല്ല, അത് നമ്മളുടെ ഡെയിലി ലൈഫായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ചോദ്യം മാത്രം ബാക്കി. എത്ര സ്മാർട്ട് ടെക്നോളജി വന്നാലും മനുഷ്യർ മടിയനായി മാറുകയാണോ? ഇതിന്റെ ആൻസർ അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ പ്രസന്റഡ് ബൈ അമൽ. സ്റ്റേ ട്യൂൺ ഫോർ ന്യൂ ഇൻഫോ.